ഗസ യുദ്ധം തുടരുന്നു. യുദ്ധത്തിനെതിരെ ലോകം മുഴുവൻ പ്രതികരിക്കുന്നു. എന്നിട്ടും ഇസ്രായേൽ മാത്രം യുദ്ധവുമായി മുന്നോട്ട് പോകുന്നു. അതിനിടെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നു. ഹമാസ് തടവിലാക്കിയ ബന്ദികളെ എല്ലാവരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രതിഷേധം ഇസ്രായേലിൽ ഉയരുന്നുണ്ട്. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ബന്ദിമോചനം നീളുന്നതിന് കാരണമെന്ന ആക്ഷേപമാണുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് വെടിനിർത്തൽ തന്ത്രവുമായി നെതന്യാഹു എത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. നെതന്യാഹു സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലന്റ് നെതന്യാഹുവുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പുറത്തുപോയി. ഇസ്രായേലിലെ പല ഉന്നതരും നെതന്യാഹുവിനെ വിമർശിച്ച് രംഗത്തു വന്നിരുന്നു. ഇപ്പോഴിതാ മുൻ പ്രതിരോധ മന്ത്രി മോശെ യാലോണാണ് നെതന്യാഹുവിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. വടക്കൻ ഗസയിൽ ഇസ്രായേൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്നാണ് യാലോണിൻ്റെ ആരോപണം. നെതന്യാഹു രാജ്യത്തെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേലി ചാനൽ ഡെമോക്രാറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് യാലോണിൻ്റെ വിമർശനം. അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഗസയിലും നെതന്യാഹു സ്വീകരിക്കുന്ന നയങ്ങളെയും യാലോൺ വിമർശിച്ചു. അധിനിവേശവും വംശീയ ഉന്മൂലനവുമാണ് നടക്കുന്നത്. ഗസയുടെ വടക്ക് കുടിയിറക്കവും ജൂത കുടിയേറ്റവുമാണ് സംഭവിക്കുന്നത്. ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് വംശീയ ഉന്മൂലനമാണ്, യാലോൺ കുറ്റപ്പെടുത്തി. 2013 മുതൽ 2016 വരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിരുന്ന യാലോൺ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടിക്കാരൻ കൂടിയാണ്. നെതന്യാഹുവിൻ്റെ ഭരണകാലത്തായിരുന്നു അദ്ദേഹവും പ്രതിരോധ മന്ത്രിയായിരുന്നത്. ഇത്തരം വിവാദ പ്രസ്താവനകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം പറയുന്നത്. ഗസയിൽ വംശീയ ഉന്മൂലനം നടത്തുകയാണെന്ന ആരോപണം നിഷേധിക്കുകയും ചെയ്തു. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ 70% സ്ത്രീകളും കുട്ടികളുമാണെന്ന് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി വ്യക്തമാക്കുന്നു. വടക്കൻ ഗസയിലെ സൈനിക നടപടിയിൽ 7 ആഴ്ചയ്ക്കിടെ വീട് നഷ്ടപ്പെട്ടത് 1,30,000 പേർക്കാണെന്നും UN റിലീഫ് ഏജൻസി പറഞ്ഞു. ഗസയിലെ സ്ത്രീകൾ ദുരിത ജീവിതമാണ് നയിക്കുന്നത്. ആർത്തവകാല ശുചിത്വം ഗസയിലെ സ്ത്രീകൾക്കും പെൺകുട്ടികളും വലിയ പ്രതിസന്ധിയാണ്. ആർത്തവമുള്ള 7 ലക്ഷത്തോളം സ്ത്രീകൾക്ക് സാനിറ്ററി പാഡുകളോ മറ്റു ശുചിത്വ സാമഗ്രികളോ ഇല്ല. ഇവയുടെ ലഭ്യത വൻതോതിൽ കുറഞ്ഞതോടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്ഷയ്ക്കായി ഗസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാണ് ഏജൻസി ആവശ്യപ്പെടുന്നത്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും ശുചിത്വ വസ്തുക്കളുടെയും ലഭ്യതയ്ക്ക് വെടിനിർത്തൽ അനിവാര്യമാണെന്നും UN ഏജൻസി പറഞ്ഞു.